ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റാണത്. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമ്മയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന നിലവിൽ നോർമൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഈ സൈഡിൽ ചെറിയൊരു നനവ് കാണുന്നുണ്ട്. ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ളൊരു ആരംഭമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഗിയർ ബോക്സിൽ ഓയിൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചെറിയൊരു നനവാണ്, അത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അതിന് വേണ്ടി അഴിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നോക്കാം. കൂടുതൽ ലീക്കേജ് ഈ ഭാഗത്ത് വരാണെങ്കിൽ നമ്മൾ അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ മാറണം. ഓയിൽ സീൽ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഴിക്കുമ്പോൾ ഏകദേശം ഒരു 1000-1100 രൂപ നമുക്ക് അതിന് മാത്രം ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ നമുക്ക് ചെയ്യണ്ട. പരമാവധി നമുക്ക് ഓടിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അഴിച്ച് ചെയ്യാം. ഞാനത് തന്നെ ബെയറിങ്ങിൻ്റെ പ്ലേയുടെ കേസൊക്കെ നോക്കിയാൽ ബെയറിങ്ങിൻ്റെ പ്ലേ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിൽ ബെയറിങ് പ്ലേ കാണിച്ചിട്ടില്ല. ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ് വന്നേക്കണേ. അപ്പോൾ അത് നമുക്ക് മാക്സിമം ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നമ്മളിന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും നമ്മൾ വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ നമുക്ക് CVT ക്ലച്ചാണ് വരാം. ബെൽറ്റ് ഡ്രൈവാണ്. സ്കൂട്ടർ മോഡൽ വണ്ടിക്കെല്ലാം എന്ന് ബെൽറ്റ് ഡ്രൈവാണ്. ഈ സൈഡിൽ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് നോക്കണം. തേമാന കാര്യങ്ങളൊക്കെ ഉണ്ടോ, പാർട്സുകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രീസിങ് ആവശ്യമായിട്ടുള്ള പാർട്ടുകൾ, ഇപ്പോൾ ക്ലച്ച് യൂണിറ്റൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഗ്രീസൊക്കെ ചെയ്യണം. അത് നമുക്ക് പുറമേ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് യൂണിറ്റും കൂടി കൂട്ടത്തിക്കട ജനറൽ സർവീസിനകത്തുള്ള ലേബറിൽ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് കംപ്ലയിൻസ് ഇല്ലാണ്ട് മാക്സിമം ലൈഫ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിരുന്നുണ്ട്. ക്ലച്ചിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻസ് ഒന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. ഇപ്പം നമ്മളത് മാറ്റണമെന്നില്ല. അടുത്ത സർവീസിൽ, അടുത്ത ജനറൽ സർവീസിലൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കൂടുതൽ പ്രോബ്ലം ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. അടുത്ത സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 120 ദിവസമാണ്. അതായത് 4 മാസം. 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം. അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു. അവർ ഗ്യാസ്കറ്റിൻ്റെ ഭാഗത്തൊക്കെ ലീക്കേജ് സാധാരണ വരാറുണ്ട്. അപ്പോൾ ഇത് നിലവിൽ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറെ അഴിക്കേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എക്സൈറ്റിൻ്റെ ബാറ്ററിയാണ് ഇത് മിരിക്കുന്ന ബാറ്ററി. 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കാം. നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. 12.85 വരെ കാണിക്കുന്നുണ്ട്. ഇത് നിലവിൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. പുതിയ വണ്ടി മേടിച്ചപ്പോൾ അപ്പോൾ വന്നേക്കുന്ന ബാറ്ററിയാണ് അത് മിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോൾട്ട് നമുക്ക് 12.85 കാണിക്കുന്നുണ്ട്. ഞാനത് ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ 8.72. ഏകദേശം നമുക്കൊരു 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം അതിൻ്റെ ബോർഡർ ലൈനിലേക്ക് ആയിട്ടുണ്ട്. കംപ്ലയിൻസ് കാണിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് പെപ്പർ വേണമെങ്കിലും ഒരു കംപ്ലയിൻസ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ ബൾബിലേക്ക് അത് ഓൾറെഡി കസ്റ്റമർ മേടിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ആ ബൾബിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിക്കും. ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റുകൾ. ഫ്രണ്ട് ടയർ ഏറെക്കുറെ മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൻ്റേതായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു വെട്ടൽ പാളിച്ചൊക്കെ കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് ഫ്രണ്ട് ടയറിൻ്റെ കംപ്ലയിൻ്റാണ്. ടയർ മാറ്റേണ്ട ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള വെട്ടൽ കാണിക്കുന്നുണ്ട്, ഹാൻഡിൽ ബലം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടയർ മാറ്റി കളയാം. മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് MRF-ലായാലും C8 TVS ഏത് തന്നെയായാലും പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഇടണം കേട്ടോ. അപ്പോൾ ബാക്കിൽ കിടക്കുന്നത് ഓവർ ഗ്രിപ്പ്. ആ മോഡലിനേക്കാളും ബെറ്റർ കമ്പനി വണ്ടിയുമ്പോൾ വരുന്ന മോഡൽ ഏതാണോ ആ മോഡൽ ചോദിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് ആ മോഡലിലേക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. പുതിയ പ്ലഗ് കിടക്കണം. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ് പ്ലഗ്ഗാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കിനകത്ത് ഓൾറെഡി കാണുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് പൊക്കുന്ന സമയത്ത് നമുക്കിത് ഇത്രയും കാണണം. ഇത് ഏറ്റവും തുമ്പത്ത് മാത്രമാണ് ഉള്ളത്. ശരിക്കും BS6 മോഡൽ വണ്ടിക്ക് ആകെ കൂടി 600 മില്ലി എഞ്ചിൻ ഓയിലാണ് വരാം. അതിനകത്ത് തന്നെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 200 മില്ലി ഏറ്റവും ചുരുക്കിയത് കുറവുണ്ടാവും. അപ്പോൾ ആ ഓയിലിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് മൊത്തത്തിൽ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ.
വണ്ടി പുതിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയ്തു വരും ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്ത് ഞാൻ എഞ്ചിൻ ഓയിലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് തൽക്കാലം ഒഴിവാക്കാം. എസ്റ്റിമേറ്റിൽ ഞാൻ എഞ്ചിൻ ഓയിൽ മാറ്റുന്നതായിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്കിപ്പ് ചെയ്തിടാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറഞ്ഞാണ് പരമാവധി നമുക്ക് ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതല്ലെങ്കിൽ ഒരു 200 മില്ലിയോളം നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ.